രക്ഷിക്കുന്നു. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നു. യേശുക്രിസ്തു രാജാതിരാജാവായി വേഗം വരുന്നു. യേശുക്രിസ്തു രാജാതിരാജാവായി വേഗം വരുന്നു. വേഗം വരുന്ന യേശുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. വേഗം വരുന്ന യേശുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞാനൊരു നാമനീയ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു എങ്കിലും എന്റെ ചെറുപ്രായത്തിൽ തന്നെ എന്റെ മാതാപിതാക്കൾ ഈ സത്യസുവിശേഷം അറിഞ്ഞ് ഈ ദൈവത്തെ ആരാധിക്കുവാൻ, ഈ ദൈവത്തെ സ്തുതിക്കുവാൻ, ഈ വിശുദ്ധന്മാരുടെ കൂടെ വരുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അത് മുഖാന്തരം എന്റെ ചെറുപ്രായത്തിൽ തന്നെ ഈ സത്യകൂട്ടായ്മയിൽ എനിക്കും വളരുവാൻ ഇടയാക്കി തീർത്തു. ദൈവം എന്റെയും എന്റെ കുടുംബത്തെയും ദൈവം ചെയ്ത അത്ഭുതങ്ങൾ വർണ്ണിച്ചാൽ തീരുകയില്ല. അത്രമാത്രം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് പറയുന്നത് ഞങ്ങളുടെ പ്രശംസിക്കോ ഞങ്ങളുടെ നാമത്തിലോ ഒന്നുമല്ല. ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ വീണ്ടെടുത്ത, ഞങ്ങളെ നടത്തിയ ഞങ്ങളുടെ പ്രാണപ്രിയനായ യേശു ക്രിസ്തുവിനെ ഒന്ന് ഉയർത്തി കാണിക്കുവാൻ മാത്രമാണ് ഈ സിദ്ധാന്ത പേര് ഈ ഗാന്ധി ജംഗ്ഷൻ ഞങ്ങൾ കൂടി വന്നിരിക്കുന്നത്. എന്റെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ വിശ്വാസത്തിൽ കടന്നു വന്നു. അതിനുശേഷം പലവിധമായ രോഗങ്ങൾ, കഷ്ടങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. അവിടെയെല്ലാം ദൈവം ഞങ്ങൾക്ക് ഈ ലോകത്തിലെ മറ്റൊന്നിനും ആശ്രയിക്കാതെ കൃപയാൽ കർത്താവ് ഞങ്ങളെ നടത്തി അനുഗ്രഹിച്ചു. ചുരുക്കം 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നു. ഒരു പ്രാവശ്യം എന്റെ അമ്മയെ ഒരു പേപ്പട്ടി കടിക്കുവാനിടയായി. അന്ന് ആ പേപ്പട്ടി വന്നിട്ട് ഞങ്ങളുടെ വീടിനടുത്തുള്ള പട്ടിയെ കടിച്ചു, പശുവിനെ കടിച്ചു, കോഴിയെ കടിച്ചു. ആ കൂട്ടത്തിൽ എന്റെ അമ്മയ്ക്കും കടിക്കുവാനിടയായി ചേർന്നു. ചുരുക്കി പറയട്ടെ, ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പട്ടി ചത്തു, കോഴി ചത്തു, മറ്റുള്ളതൊക്കെ പോയി. പലതും പറഞ്ഞു. എങ്കിലും ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ അടിയുറച്ചിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി സുഖങ്ങൾ പ്രവർത്തിച്ചു. അതിന്റെ ടോപ്പിൽ നിന്ന് ഞാൻ കയറി വരുന്നതിൽ കയറി പിടിച്ച് കയറി വരുമ്പോൾ എന്റെ കൈ അതിൽ നിന്ന് വിടുത്തുപോയി. ആ കിണറിന്റെ അടിയിലേക്ക് ഞാൻ വീഴുവാനിടയായി തീർന്നു. ആ കിണർ 85 അടി താഴ്ച ഉണ്ടെങ്കിലും അതിനടിയിൽ വെറും 10 കിഴങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 10 റിങ്ങിലും വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളത്തിലേക്ക് ഞാൻ പതിച്ചു വീണു. എങ്കിലും എന്റെ ദൈവം ഒന്നും ദോഷം ചെയ്യാതെ എന്റെ ജീവനോട് അവിടെ രക്ഷിച്ചു. ആ റിങ്ങിൽ അടിച്ചു വീഴുമായിരുന്നു. ഞാൻ തേടിക്കണമെന്ന് പറഞ്ഞു. എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങളുടെ മേലെയുള്ള അല്ലെങ്കിൽ കിണറിന് മേൽഭാഗത്ത് നിൽക്കുന്ന ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും രക്ഷകനായ ദൈവം എന്നെ എനിക്ക് ഒരു പോറ പോലും വരാതെ കർത്താവിനെ അവിടെ നിന്ന് രക്ഷിച്ചു. അത് മാത്രമല്ല, എത്രയോ സന്ദർഭങ്ങളിൽ ഏതെല്ലാം വിധത്തിൽ കർത്താവ് രക്ഷിച്ചു നടത്തി. ഒരു പ്രാവശ്യം എന്റെ കുഞ്ഞ് നടക്കുവാൻ കഴിയാതെ, കാൽ നിലപ്പെടുത്തുവാൻ പോലും വയ്യാതെ ഇരുന്ന സന്ദർഭം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു അനക്കുവാനോ തൊടുവാനോ പറ്റാത്ത ഒരു സമയം. എങ്കിലും വിശുദ്ധന്മാർ പ്രാർത്ഥിച്ചു. കർത്താവിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യം വിടുതലും കർത്താവ് കൊടുത്തു. അത് മാത്രം രോഗസൗഖ്യം മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ എണ്ണിച്ചേർക്കുവാൻ കഴിയുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിലെ മായയിലും ഈ ലോകത്തിലെ ഭാവത്തിലും പെട്ട്
എത്രയോ പ്രിയപ്പെട്ട നശിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയ രക്ഷകനായ കർത്താവ് മുഖാന്തരം ഞങ്ങൾക്ക് ഈ വലിയ സന്തോഷവും സമാധാനവും തന്ന് കർത്താവ് ഞങ്ങളെ നടത്തുന്ന വഴികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ ലോകത്തിലെ കണ്ണു ഓടിച്ചു നോക്കുമ്പോൾ എത്രയോ പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് എത്രയോ യുവനക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഈ ലോകത്തിലേക്ക് അലമതിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പാപത്തിലേക്കും പാപത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളെ സൂക്ഷിച്ച് വഴി നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞങ്ങൾക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇനിയും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. എങ്കിലും ഞാൻ ചുരുക്കട്ടെ. ഇത് ഞാൻ പറയുന്നത് ഈ ദൈവം എനിക്ക് മാത്രമോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നവർക്ക് മാത്രമോ അല്ല. ഈ ശബ്ദം കേൾക്കുന്ന ഏവർക്കും ഈ ദൈവം സൗഖ്യദാതാവാണ്, രക്ഷാനായകനാണ്, പാപത്തുനിന്ന് വിടുവിക്കുന്നവനാണ്. നിങ്ങൾ നിൽക്കുന്ന ഏത് നിൽപ്പിൽ നിന്നുകൊണ്ടും നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ വിളിച്ചപേക്ഷിച്ചാൽ നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരം തരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ യേശുവിനെ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ കഴിയുന്നത്. പട്ടണത്തിൽ ഞങ്ങൾ 25, 26 തീയതികളിൽ ഒരു സുവിശേഷ പ്രസംഗം നടത്തുന്നുണ്ട്. അതിലേക്ക് ക്ഷണിക്കുവാൻ കൂടിയാണ് ഞങ്ങൾ ഈ സുവിശേഷ റാലിയും ഇപ്പോൾ ഇവിടെ ഈ ഗാന്ധി ജംഗ്ഷനിൽ നിന്ന് ഞങ്ങളുടെ യേശുവിനെ കുറിച്ച് പറയുവാനും ഇടയായി ചേർന്നത്. ആ കൂട്ടത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾ നമ്മെ സഹായിക്കുമാറാകട്ടെ. സാധ്യമോ പാർക്കുന്നേരം കൂടെ വാഴാനെന്നു സാധ്യമോ എന്റെ പാപമല്ല തന്റെയാകത്താൽ എന്റെ ശാപമല്ല താൻ വഹിച്ചതാൽ എന്റെ പാപമല്ല തന്റെയാകത്താൽ എന്റെ ശാപമല്ല താൻ വഹിച്ചതാൽ പ്രിയ സഹോദര, നിങ്ങൾക്കും ഇതാ കർത്താവിന് വേണ്ടി നിങ്ങൾ ഹൃദയത്തെ തുറന്നു കൊടുക്കുമെങ്കിൽ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരികയും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ആനന്ദവും നൽകി തരുവാൻ തക്കോണം ഇടയായിത്തീരും. വിവിധ പ്രശ്നങ്ങളുടെ മുഖത്ത്, വിവിധ വിഷയങ്ങളുടെ മുഖത്ത് ഈ നാളുകളിൽ നിങ്ങൾ ഭാരത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നേക്കാം. Yes,